ഹായ്, ഇന്ന് നമ്മളോട് ഉള്ളത് അഭിഷിത്താണ്. ഓക്കെ, അഭിഷിത്ത്, ഈ ഒരു സമയത്ത്, അതായത് ഒരു ഗ്രാജുവേഷൻ ഡേ ആണ്, ഈ ഒരു സമയത്ത് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഹാപ്പിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നെബോഷ് എടുക്കാന്നുള്ള പ്ലാൻ വരയ്ക്കുന്നത്. അപ്പം ഇപ്പം അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, എന്നാലും ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തതിന് ശേഷം നെബോഷിലോട്ട് വന്നപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അതെനിക്ക്. ഓഫ് കോഴ്സ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷത്തോളം HCL എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ പോലും ഞങ്ങൾ സേഫ്റ്റി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ട് അവർ തന്നെ ഇത് പറഞ്ഞേ പ്രൊമോഷൻ വേണമെങ്കിൽ സേഫ്റ്റി പരമായിട്ട് വേറെ കോഴ്സ് വേണം, IOSH, OSH, NEBOSH ഇങ്ങനെ ഏതെങ്കിലും. അപ്പം ഞാൻ അറിയാവുന്നവരിടത്തൊക്കെ സജഷൻ ചോദിച്ചിട്ട് അവർ പ്രിഫർ ചെയ്തതാണ് നെബോഷിൻ്റെ അടുത്തേക്കാൻ പറഞ്ഞിട്ട്. ഓക്കെ, ഈ നെബോഷ് പൊതുവെ എല്ലാവരും ഭയങ്കര ടഫ് എന്നാ പറയുന്നത്. അതിന്റെ എക്സാം വന്നിട്ടും 24 hours ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു ഇയാൾക്ക് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാനും ആദ്യം ഇവിടെ വരാൻ നേരത്ത് ഒരു സാറ്, ഞങ്ങളുടെ ഫസ്റ്റ് സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാനും ഒരു പ്രാവശ്യം പോയതാ, നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ആ സമയത്ത് ഇയാൾ അലസനായിട്ടൊക്കെ മാറിയെന്ന് രണ്ടാമത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആഞ്ഞ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞേ. പിന്നെ ഇവിടുത്തെ ടീം എന്ന് പറയുമ്പം നമുക്ക് 30 ദിവസത്തെ ക്ലാസ് ഉള്ളെങ്കിലും ആ 30 ദിവസം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിപ്പിച്ചു തരണമെന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നത് കൊണ്ട് കിട്ടിയതായിരിക്കാം. പിന്നെ നല്ല ക്ലാസ്സുമായിരുന്നു. ക്ലാസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവരുടെ ഏറ്റവും നല്ല ഗുണമായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രൗഡ് മൂമെന്റ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഒരു സ്ലീപ്ലെസ് എന്താ പറയുക, ഒരു നൈറ്റും അല്ലേ, ആ ഒരു എക്സാം ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ടായിരിക്കുമല്ലോ. അപ്പം അതിൽ നിന്ന് അത് ജയിച്ചു, ഒരു കോൺവെക്കേഷൻ ആ ഒരു ഡേ വന്നു, അപ്പം ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലേ? ഓഫ് കോഴ്സ്, നല്ല പ്രൗഡായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ മുകളിൽ നിൽക്കുന്ന സാറുമാർ നെബോഷ് ഉണ്ട്, അപ്പോൾ അത് കേട്ട് ഒരിതായി നെബോഷ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കായിട്ടൊരു നല്ലൊരു ഇത് കിട്ടുള്ളൂ പറഞ്ഞിട്ട്. പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് 24 hours എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ബുമ്മായി 24 hours എക്സാം ഇങ്ങനെ ക്രാക്ക് കയറിയിട്ട്. പക്ഷേ ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ് തന്ന ടിപ്സ് എല്ലാം വെച്ചിട്ട് ക്രാക്ക് ചെയ്തപ്പം ഈസി ആയിട്ട് മാറി. ഓക്കെ, ഇനി നെബോഷ് എടുക്കാനായിട്ട് നിൽക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവരോട് എന്താ പറയാനുള്ളത്? കൂടുതലായിട്ട് ടെൻഷൻ എടുക്കരുത്. 24 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പറയും 24 മണിക്കൂർ എക്സാമാണ്, നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര പാടുന്നു. ഒന്നും വിചാരിക്കാണ്ട് സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക് പറഞ്ഞ് ചിന്തിച്ച് ഇവർ തരുന്ന ടിപ്സും എല്ലാം ഉപയോഗിച്ച് ക്രാക്ക് ചെയ്യാൻ നോക്കിയാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.